ഹായ് ഡിയർ സ്റ്റുഡൻസ്, വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള 5ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നിർബന്ധമായും നിങ്ങൾ എക്സാമിന് നോക്കി പോകേണ്ട 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ആൻസറും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് ഔട്ട് ദി സൈൻ ഓഫ് വർക്ക് ഡൺ ഇൻ ദി ഫോളോയിങ് കേസസ്. താഴെ കൊടുത്തിരിക്കുന്ന വർക്കുകൾ പോസിറ്റീവ് വർക്കാണോ, നെഗറ്റീവ് വർക്കാണോ, സീറോ വർക്കാണോ എന്ന് പറയുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ. ഒരു കിണറിൽ നിന്ന് ബക്കറ്റ് മേലോട്ട് പൊക്കുമ്പോൾ ഫോഴ്സ് മേലോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റും മേലോട്ടാണ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ, തീറ്റ 0 ഡിഗ്രി. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷനിൽ വന്നാൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ <90 ആണ് വർക്ക് പോസിറ്റീവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിംഗ് ഡൗൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ഒരു ബോഡി താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും മോഷൻ ഓപ്പോസിറ്റ് അല്ലേ ഉണ്ടാകുക. സോ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ, 180 ഡിഗ്രി. ഓക്കെ, വർക്ക് ഡൺ നെഗറ്റീവ്. തേർഡ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ an applied force on a body moving on a rough horizontal surface. ഒരു റഫ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർഫസ് ആണ് ഒരു ബോഡി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെയല്ലേ ബോഡി ഡിസ്പ്ലേസ് ചെയ്യുക. വർക്ക് ഡൺ ബൈ അപ്ലൈഡ് ഫോഴ്സാണ്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരേ ഡയറക്ഷൻ, അങ്ങനെ വരുമ്പോൾ വർക്ക് പോസിറ്റീവ് വർക്കായിരിക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം. ഒരു പെൻഡുലം വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പെൻഡുലം അങ്ങോട്ടാണ് നീങ്ങുന്നതെങ്കിൽ എയർ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കണേ. പെൻഡുലം നീങ്ങുന്നത് അങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ എയർ റെസിസ്റ്റൻസ് ഇങ്ങോട്ടല്ലേ ഉണ്ടാകുക. സോ ഫോഴ്സ്, അത് റെസിസ്റ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നാൽ വർക്ക് നെഗറ്റീവ് വർക്കായിരിക്കും. ഓക്കെ, സോ ഒരു വർക്ക് ഡൺ തന്ന് അത് ഏത് ടൈപ്പ് വർക്കാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എക്സാമിന് പതിവാണ്, വൃത്തിയായി പഠിക്കും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു ബോഡീസ് ഓഫ് മാസസ് M1 ആൻഡ് M2 ഹാവ് ദി സെയിം ലീനിയർ മൊമെൻറ്റം. വാട്ട് ഈസ് ദി റേഷ്യോ ഓഫ് ദെയർ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജിയും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞാൽ K = P²/2m എന്നല്ലേ. ഒന്നാമത്തവൻ്റെ കൈനറ്റിക് എനർജി ഒന്നാമത്തവൻ്റെ മാസ്, രണ്ടാമത്തവൻ്റെ കൈനറ്റിക് എനർജി അവിടെ M എന്നുള്ളിടത്ത് M2 എന്നെഴുതണം. മൊമെൻറ്റം രണ്ടുപേർക്കും സെയിം ആണ്. അങ്ങനെ വരുമ്പോൾ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി കാണാൻ പറയുമ്പോൾ K1/K2 ചെയ്താൽ P²/2m1 ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2m2/P² എന്ന് വരും. P² കട്ട് ചെയ്ത് കളയുക, 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ കൈനറ്റിക് എനർജികളുടെ റേഷ്യോ M2/m1 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി, വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതേപോലെ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ക്ലോസ്ഡ് പാത്ത് ആകുമ്പോൾ വർക്ക് ഡൺ 0 ആകും. കൺസർവേറ്റീവ് ഫോഴ്സ് എക്സാമ്പിൾ മറക്കരുത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്പ്രിംഗ് ഫോഴ്സ് എല്ലാം കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ എക്സാമ്പിളുകളാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോൾ അറ്റ് റെസ്റ്റ് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദി ഹൈറ്റ് ഓഫ് 12 മീറ്റർ. റെസ്റ്റിലുള്ള ബോൾ 12 മീറ്റർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുകയാണ്. ഓക്കെ, ഇറ്റ് ലോസസ് 25% ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഓൺ സ്ട്രൈക്കിംഗ് ദി ഗ്രൗണ്ട്. താഴെ വന്ന് തട്ടുന്ന സമയത്ത് 25% കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നു. താഴെ വന്ന് തട്ടുന്ന സമയത്ത് അല്പം പോലും കൈനറ്റിക് എനർജി, താഴെ തട്ടുമ്പോൾ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ ടോപ്പിൽ ഇരിക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടും. ഇവിടെ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നേ ഇല്ല എങ്കിൽ ഈ ബോൾ ഇതേ ഹൈറ്റിലേക്ക് തന്നെ പോകും. പക്ഷേ 25% കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടാൽ പിന്നെ എത്ര ഹൈറ്റിലേക്കാണ് അത് ബൗൺസ് ചെയ്യുക എന്നാണ് ചോദ്യം. ഒരു അല്പം പോലും കൈനറ്റിക് എനർജി നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതേ ഹൈറ്റിലേക്ക് പോകും. 50% കൈനറ്റിക് എനർജി നഷ്ടപ്പെട്ടാലോ ബാക്കി 50 ഉള്ളൂ, പകുതി ഹൈറ്റ്. 25% നഷ്ടപ്പെട്ടാൽ ബാക്കി 75%, അഥവാ 1/4 ഭാഗം. അപ്പോൾ 12ൻ്റെ 1/4 ഭാഗം ഹൈറ്റിലേക്ക് പോകും. 1/4 ഭാഗം എന്ന് പറയുമ്പോൾ 9, 3/4, 12 × 3/4 ആണ് 9. നമുക്കതിനെ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? താഴെ തട്ടുന്ന സമയത്തുണ്ടാകുന്ന ആ കൈനറ്റിക് എനർജി ബാക്കി 75% ഉള്ളൂ. ഇപ്പോൾ ഇത് H ഹൈറ്റിലാണ് ഉള്ളത്. ഇനി ഇത് H' ഹൈറ്റിലേക്കാണ് പൊങ്ങുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി mgH' ആണ്. ഓക്കെ, ആ mgH' ഇവിടെ ഇരിക്കുമ്പോഴുള്ള എനർജിയോ mgH ആണ്. ഈ mgH' എന്ന് പറയുന്നത് mgHൻ്റെ 75% ഉള്ളൂ. mgH' = 75% ഓഫ് mgH. ബാക്കി 25% നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അവിടെ mg കട്ട് ചെയ്ത് കളയാം. പിന്നെ H' = 75/100 ആദ്യത്തെ ഹൈറ്റ് 12 ആണ്. 12ൻ്റെ 75/100 എന്ന് പറയുമ്പോൾ അവിടെ 9 മീറ്റർ എന്ന ആൻസർ കിട്ടും. സിമ്പിളായി നേരത്തെ പറഞ്ഞ പോലെ 1/4 ഭാഗം ഹൈറ്റ് എന്ന രീതിയിൽ എടുക്കുമ്പോൾ 12 × 3/4 എന്ന് ചെയ്താലും ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രമേഷ് ലിഫ്റ്റ്സ് എ ബോഡി ഓഫ് മാസ് M to a height h നിയർ ദി സർഫസ് ഓഫ് എർത്ത് ഇൻ എ ടൈം t. ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ്.
ഒരു ബോഡിയെ മേലോട്ട് എം മാസുള്ള ബോഡിയെ എച്ച് ഹൈറ്റിലേക്ക് മേലോട്ട് പൊക്കാൻ വേണ്ടി കൊടുക്കേണ്ട ഫോഴ്സ് എം ജി. ഭൂമി താഴോട്ട് വലിക്കുന്ന വെയിറ്റ് എം ജി ആണ്. അപ്പോൾ മിനിമം നമ്മൾ എത്ര മേലോട്ട് കൊടുക്കണം? എം ജി. മേലോട്ട് കൊടുക്കേണ്ട ഫോഴ്സ് എം ജി ആണ്. എം എന്ന് പറഞ്ഞാൽ മാസും ജി ആക്സലേഷൻ ടു ഗ്രാവിറ്റിയാണ്. മേലോട്ട് പൊക്കുന്നതിനനുസരിച്ച് മാസിൽ വേരിയേഷൻ ഉണ്ടോ? ഇല്ല. ജീൻ്റെ വാല്യൂ മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു ബോഡിയെ എച്ച് ഹൈറ്റിലേക്ക്, ചെറിയ ഹൈറ്റിലേക്ക് നമ്മൾ മേലോട്ട് പൊക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ് എം ജി. അതൊരു കോൺസ്റ്റൻറ്റ് ഫോഴ്സാണ്. കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആകുമ്പോൾ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫ് ഇങ്ങനെ ഇരിക്കും. കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഇഫ് എ ഇസ് ദി ഏരിയ ഓഫ് ദി ഗ്രാഫ്, വാട്ട് ക്വാണ്ടിറ്റി ഡസ് എ ബൈ ടി ഇൻഡിക്കേറ്റ്സ്? എ ബൈ ടി എന്ന് പറയുമ്പോൾ ഏരിയ ബൈ ടൈം. ഈ ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിൻ്റെ ഏരിയ കണ്ടാൽ വർക്കല്ലേ കിട്ടുക. സോ എ ബൈ ടി എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈമാണ്. വർക്ക് ബൈ ടൈം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഏതാണ്? പവറാണ്. സോ ഗ്രാഫിൻ്റെ ഏരിയ ബൈ ടൈം ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി പവറാണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഈസ് ഗിവൺ ബൈ. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പോണൻറ്റ് ഫോമിൽ തന്നിട്ട് വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ എങ്ങനെയാണ് വർക്ക് ഡൺ കാണുക? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ ഡി ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എന്നാണ് തന്നിരിക്കുന്നത്. ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ സിമ്പിൾ സ്റ്റെപ്പ്. ഐ ക്യാപ്പിന് ഇപ്പുറത്തുള്ള രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 5 15. ജെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 4 16. അതേപോലെ കെ ക്യാപ്പിന് ഇപ്പുറത്തുള്ള നമ്പറുകൾ -5ഉം +3ഉം ആണ്. അപ്പോൾ -5 + 3 -15. അപ്പോൾ -15 + 15 കട്ട് ചെയ്ത് കളഞ്ഞാൽ 16 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും SI യൂണിറ്റിലാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജൂൾ എന്ന് എഴുതാതെ 16 യൂണിറ്റ്സ് എഴുതുന്നത്. സ്റ്റേറ്റ് ദി കണ്ടീഷൻസ് അണ്ടർ വിച്ച് എ ഫോഴ്സ് ഡസ് നോ വർക്ക്. ഒരു ഫോഴ്സ് വർക്ക് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻ ഒന്ന്, ഫോഴ്സ് ഉണ്ട് പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, കോൺക്രീറ്റ് വാൾ തള്ളുന്നു, നീങ്ങുന്നില്ല. അതേപോലെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ട് പക്ഷേ രണ്ടും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി. ഇങ്ങനെയൊക്കെ വന്നാൽ ആ ഫോഴ്സ് കാരണം ഒരു വർക്കും ഇല്ല എന്ന് മനസ്സിലാക്കണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ത്രൂ എ ഹൈറ്റ് ഫ്രം ദി ഗ്രൗണ്ട്. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി ഓഫ് മാസ് 10 kg ടു എ ഹൈറ്റ് 10 meter എബവ് ദി ഗ്രൗണ്ട്. ഒരു ബോഡിയെ നമ്മൾ 10 മീറ്റർ ഉയരത്തിലേക്ക് എന്ത് ചെയ്യണം? മേലോട്ട് പൊക്കണം. ഏതൊരു ബോഡിയെ മേലോട്ട് പൊക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക്, മേലോട്ട് പൊക്കാൻ വേണ്ട ഫോഴ്സ് എം ജി ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വർക്ക് MGH. അപ്പോൾ ഒരു ബോഡിയെ മേലോട്ട് പൊക്കാൻ ചെയ്യേണ്ട വർക്ക് MGH. മാസ് 10 kg, G 9.8, ഹൈറ്റ് 10 മീറ്റർ, 980 ജൂൾ വർക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് എ ബോഡി ഫ്രം ദി ഗ്രൗണ്ട് ടു എ ഹൈറ്റ് h ആൻഡ് വർക്ക് ഈസ് മെഷർഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. നെയിം ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി അറ്റ് മാക്സിമം ഹൈറ്റ്. ഒരു ബോഡിയെ മേലോട്ട് പൊക്കുമ്പോൾ ആ ഹൈറ്റിൽ ഇരിക്കുമ്പോഴുള്ള എനർജിയുടെ പേരെന്താണ്? എന്താ എനർജി? പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റിലുള്ള ബോഡിയുടെ എനർജി, എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ആ ബോഡി ഇരിക്കുന്നത്. ആ ബോഡിക്ക് അതിൻ്റെ പൊസിഷൻ കാരണം കിട്ടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി. ദെൻ റൈറ്റ് ആൻ ഇക്വേഷൻ ഫോർ ഇറ്റ്. എച്ച് ഹൈറ്റിലുള്ള ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി MGH. ബി ക്വസ്റ്റ്യൻ, എ മാൻ ഓഫ് മാസ് 60 kg carries a stone of mass 20 kg to the top of a multi-storied building of height 50 meter. 60 കിലോ മാസുള്ള ആൾ 20 കിലോ മാസുള്ള കല്ല് 50 മീറ്റർ ഉയരത്തിലേക്ക് പൊക്കുകയാണ്. അതിന് അയാൾ സ്പെൻഡ് ചെയ്യേണ്ട എനർജി എത്ര? ഒരു ബോഡിയെ മേലോട്ട് പൊക്കാൻ ചെയ്യേണ്ട വർക്ക് MGH ആണ്. അപ്പോൾ ഒരു ബോഡിയെ മേലോട്ട് പൊക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട എനർജിയും MGH ആണ്. സോ എനർജി സ്പെൻഡ് MGH. ശ്രദ്ധിക്കണം, ഇവിടെ M എന്ന് പറയുമ്പോൾ ബോഡിയുടെ മാസ് മാത്രം പോരാ, ആ ആളുടെ മാസും കൂടി ആഡ് ചെയ്യണം. കാരണം അയാൾക്ക് കല്ല് മാത്രം മേലോട്ട് കൊണ്ടുപോയാൽ പോരാ, അയാൾക്ക് അയാളെയും കൊണ്ടുപോകണം. സോ 60 + 20 80 ഇൻറ്റു G 9.8, ഹൈറ്റ് 50, അപ്പോൾ 39,200 ജൂൾ എന്ന ആൻസർ കിട്ടും. ഓക്കെ, MGH എന്നുള്ള ഫോർമുല ഉപയോഗിക്കുക എനർജി സ്പെൻഡ് കാണാൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഗീവ്സ് വർക്ക്. ഇറ്റ് ക്യാൻ ബി -, 0 ആൻഡ് പോസിറ്റീവ്. വർക്ക് ഡൺ ഇൻ സ്ലൈഡിംഗ് എ ലോഡ് ഈസ്, വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ 0 ആണ് വിത്ത് റെസ്പെക്ട് ടു ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആകുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും വരിക. അങ്ങനെ വരുമ്പോൾ ആ വർക്ക് എന്ത് വർക്കായിരിക്കും? നെഗറ്റീവ് വർക്കായിരിക്കും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം ഫോർ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. വർക്ക് എനർജി തിയറം കോൺസ്റ്റൻറ്റ് ഫോഴ്സ് ആകുമ്പോൾ പ്രൂവ് ചെയ്യാൻ ആ പ്രൂഫ് സിമ്പിൾ സ്റ്റെപ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തവണ കൂടി ഡയഗ്രാം വരച്ച് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കി പഠിക്കാം. ദെൻ ഈ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം എക്സാമിന് 2 തവണ ചോദിച്ചു. എ പമ്പ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ ഓഫ് എ ബിൽഡിംഗ് ക്യാൻ പമ്പ് അപ്പ് വാട്ടർ ടു ഫിൽ എ ടാങ്ക് ഓഫ് വോളിയം 30 m³ in 15 minutes. ഒരു ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു വാട്ടർ പമ്പ്, ഒരു മോട്ടർ, അത് ഉപയോഗിച്ചുകൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഉയരത്തിലുള്ള ടാങ്ക് നടക്കാൻ പറ്റും. ടാങ്കിൻ്റെ വോളിയം 30 m³ ആണ്. ടാങ്ക് ഇരിക്കുന്നത് 40 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയരത്തിലാണ്. ആ പമ്പിൻ്റെ എഫിഷ്യൻസി 30%. അങ്ങനെയെങ്കിൽ ഹൗ മച്ച് ഇലക്ട്രിക് പവർ ഈസ് കൺസ്യൂംഡ് ബൈ ദി പമ്പ്? എന്തുമാത്രം ഇലക്ട്രിക്കൽ പവർ ആ പമ്പ് കൺസ്യൂം ചെയ്യുന്നു എന്നതാണ് ചോദ്യം. ആൻസർ നോക്കണേ. എഫിഷ്യൻസിയെ നമ്മൾ ഈറ്റ എന്ന് എഴുതും. എങ്ങനെയാണ് എഫിഷ്യൻസി ഓഫ് ആൻ എഞ്ചിൻ കാണുന്നത്? ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ എന്ന് പറയുമ്പോൾ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുന്നു, അത് മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. സോ ഔട്ട്പുട്ട് പവർ മെക്കാനിക്കൽ പവർ, ഇൻപുട്ട് പവർ ഇലക്ട്രിക്കൽ പവർ. ഈ ഇലക്ട്രിക്കൽ പവറാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി ഈറ്റ എങ്ങോട്ട് വരിക? സോ മെക്കാനിക്കൽ പവർ ബൈ എഫിഷ്യൻസി. മെക്കാനിക്കൽ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വെള്ളം മേലോട്ട് പമ്പ് ചെയ്യാണ്, അപ്പോൾ വർക്ക് MGH ബൈ ടൈം.
എം എന്ന് പറയുമ്പോൾ മാസിന് പകരം വോള്യൂം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു GH ബൈ ടൈം. വോള്യൂം 30 മീറ്റർ ക്യൂബാണ് ടാങ്കിൻ്റെ വോള്യൂം. റോ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ക്വസ്റ്റ്യനിലില്ല, 1000 നമ്മൾ ബൈ ഹാർട്ട് ആക്കണം. ദെൻ G 10 എടുത്തു. H 40 മീറ്റർ ഹൈറ്റിലെ ടാങ്ക് ഉള്ളത്. 15 മിനിറ്റ് കൊണ്ട് ടാങ്ക് എന്ന് പറയും. 1 മിനിറ്റ് 60 സെക്കൻഡാണ്. സോ 15 മിനിറ്റ് 15 ഇൻറ്റു 60. ഇത് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ പവർ 13.33 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. ഇത് മെക്കാനിക്കൽ പവർ. ഇനി എഫിഷ്യൻസി 30% എന്ന് പറയുമ്പോൾ 30/100 0.3. എഫിഷ്യൻസിക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ എഫിഷ്യൻസി എന്നുള്ളത് 0.3 കൊടുത്താൽ ഇലക്ട്രിക്കൽ പവർ 4.4 ഇൻറ്റു 10⁻⁴ വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ പ്രൂഫ് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ സിമ്പിളായി 9 പോയിന്റുകൾ എഴുതിയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു തവണ കൂടി എഴുതിയിട്ടുണ്ട്. ABC, X, H ഓരോ പൊസിഷനിലെയും കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, മെക്കാനിക്കൽ എനർജി, ടോട്ടൽ എനർജി. എവിടെ ടോട്ടൽ എനർജി കാണുമ്പോഴും MGH എന്ന് കിട്ടും. ഇനി അതിൻ്റെ ഗ്രാഫ് കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എനർജിയും ഹൈറ്റും തമ്മിലുള്ള ഗ്രാഫാണ്. ഹൈറ്റ് കൂടുന്തോറും, ഉയരം കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. അപ്പോൾ ഇത് U ആണ്. കൈനറ്റിക് എനർജി കുറഞ്ഞു വരും. മെക്കാനിക്കൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഗ്രാഫ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ശ്രദ്ധിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വർക്ക്, എനർജി ആൻഡ് പവർ. വൃത്തിയായി പഠിക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. താങ്ക് യു ആൾ.